ജോഡീശ്വരൻ ഭയങ്കര വൈറലായി കണ്ടിരിക്കുന്നത്. 65 lakh ആണ് അതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഒരുപാട് പ്രേക്ഷകർ വിളിച്ചോ? എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു ലൈഫ് ജേർണി എങ്ങനെയായിരുന്നു? അത് ഞങ്ങൾ എപ്പോഴും എടുത്ത് കമന്റ് നോക്കും. കമന്റ് ഒക്കെ നല്ല രസമാണ്, സൂപ്പർ, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് പിന്നെ എല്ലാം സൂപ്പർ അടിപൊളി എന്നൊക്കെ ആയിരിക്കുമല്ലോ വരും, അപ്പൊ വായിക്കാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും അല്ലേ? പിന്നെ പുതിയ ഫിലിം ഓഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നോ? ഫിലിമൊന്നും വന്നില്ല, ആരെങ്കിലും വിളിക്കണം പ്ലീസ്. അതെ, ആരെങ്കിലും വിളിക്കണം. അതുകൊണ്ട് ഒരാൾ ഫിലിം ഏതെങ്കിലും ഇങ്ങനെ ലൈക്ക് ഫേമസ് ആയ ഡയറക്ടർ അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടിട്ട് വിളിച്ചോ? നിങ്ങളുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കണ്ടിട്ട്? വിളിച്ചില്ല അങ്ങനെ ആരും. ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോ ആൾക്കാർ പറയും നിങ്ങളുടെ ആ സ്കിറ്റ് കൊള്ളാം, അത് നല്ല. ചിലപ്പോ ചില സ്കൂളിലൊക്കെ ഈ ഉദ്ഘാടനത്തിനും ഉദ്ഘാടനം അല്ലല്ലോ, ആദരവിനൊക്കെ വിളിക്കും. വിളിക്കുമ്പോ മെയിൻ ആയിട്ട് ഈ സ്കിറ്റിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. ഈ സ്കിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് കണ്ടിന് ഷൈൻ ചേട്ടന്റെ മുന്നിലാണല്ലോ ഇത് പ്രസന്റ് ചെയ്തത്. നേരത്തെ നിങ്ങൾ ഒരു ഷൈൻ ചേട്ടന്റെ സ്കിറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അന്ന് ഷൈൻ ചേട്ടൻ ഇല്ലായിരുന്നു. ഇത് ഷൈൻ ചേട്ടൻ ഇരിക്കുമ്പോ തന്നെ ഒരാളെ കാണിച്ച് അങ്ങ് എന്താ പറയാ അഴിഞ്ഞാടോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ഷൻ കട്ടെല്ലാം തീർന്നതിന് ശേഷം ഷൈൻ ചേട്ടൻ എന്താ പറഞ്ഞത്? അത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു, ഇത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് വിളിക്കും. എപ്പോഴും അങ്ങനെ വിളിക്കും. ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങള് ബാക്കിയുള്ള സ്കിറ്റ് ഷൈൻ ചേട്ടൻ ഇല്ലാതെ കളിക്കും. ഈ സ്കിറ്റ് അത് ഷൈൻ ചേട്ടന്റെ ഫ്രണ്ട് ഇരുന്ന് കളിക്കണം. ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ കട്ട് വിളിച്ച് പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാരും വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആയിരുന്നു പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഷൈൻ ചേട്ടൻ വന്നിട്ട് പറയും എന്നെ മാക്സിമം കളിയാക്കാൻ പറ്റുന്ന അത്രയും കളിയാക്കിക്കണം. സ്റ്റേജിൽ വന്ന് പറഞ്ഞിട്ടങ്ങിരുന്ന് പോയി. ഓ, അപ്പൊ കുറച്ചും കൂടെ ഒരു ധൈര്യം. പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കാണുന്നതിന് മുന്നേ ആണല്ലോ ഷൈൻ ചേട്ടൻ പറഞ്ഞത്. കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ? ഈ സ്കിറ്റിന് ക്ലൈമാക്സ് ഇല്ല. സാധാരണ സ്കിറ്റ് എന്തെങ്കിലും പറഞ്ഞ് നിർത്തുക. അതെ, ഇത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് ഷൈൻ ചേട്ടന്റെ അടുത്ത് പോയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് ക്ലൈമാക്സ്. അവിടെ ചെന്ന് കഴിയുമ്പോ ഷൈൻ ചേട്ടൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചില്ല, സ്കിറ്റ് കളിയില്ലേ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് വന്നപ്പോൾ ഇവൻ നീ എന്തായിരുന്നു പറഞ്ഞ? എനിക്ക് ഷുഗറായി, ഞാൻ ഇല്ല പോവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഷൈൻ ചേട്ടനെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവരാ, ഒരു ഡാൻസ് കളിക്കുക. ഓർത്തില്ല ഷൈൻ ചേട്ടൻ എന്തേലും പറഞ്ഞു. പക്ഷെ പിടിച്ചു നിന്നു. അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത്രയും വെച്ച സ്കിറ്റ് ഫുള്ള് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോ ഒന്നും മിണ്ടിയില്ലെങ്കിൽ അവര് വിചാരിക്കും പഠിച്ചു വെച്ച പോലെ പറയാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ടാലന്റ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? കാരണം ഇപ്പൊ ഒരുപാട് മറ്റേ ഓൺലൈൻ മീഡിയയിലൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ ഫാമിലി നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ്. അപ്പൊ കട്ടുറുമ്പിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു കരിയർ അല്ലേ സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പൊ ഈ ചെറുപ്പത്തിലെ ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാലിബർ ഉണ്ട്, ഇങ്ങനെ ആക്ടിങ് സ്കിൽ ഉണ്ടെന്നൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞത് ആരാ? പപ്പയാണോ, മമ്മിയാണോ, ചേച്ചിമാരാണോ? ഞങ്ങക്ക് ശരിക്കും വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. സത്യമായിട്ട് ഇല്ലായിരുന്നു. ഇതിപ്പോ കട്ടുറുമ്പിന്റെ ടിവിയിൽ ഇങ്ങനെ എന്തോ എഴുതി കാണിച്ച് ഇന്ന പ്രായത്തിലുള്ള പിള്ളേർക്ക് ഒരു ഓഡീഷൻ ഉണ്ട്, കുട്ടിയും കോലും ഒന്നും കണ്ടായിരുന്നില്ല ആദ്യമേ, അങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് താല്പര്യം ഇല്ലായിരുന്നു, ഞങ്ങൾക്കൊന്നും അറിയത്തുമില്ലായിരുന്നു. അപ്പൊ ഞങ്ങക്ക് 2 ചേച്ചിമാരുണ്ട്. അതില് മൂത്ത ചേച്ചി കാവ്യ പറഞ്ഞ് പോകാൻ, ചുമ്മാ ലുലു ഒക്കെ കാണാൻ പോവാന്ന് പറഞ്ഞു. ചേച്ചിമാർക്ക് അറിയാം വെറുതെ പോകുന്ന ഒന്നും നടക്കത്തൊന്നുമില്ല, കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചങ്ങ്. ഞങ്ങളവിടെ ചെന്നപ്പോ കൊറേ പിള്ളേര്, ഞങ്ങക്ക് അതിനോട് പേടിയായി ആയിപ്പോയി. ഞങ്ങള് അതായത് പ്രതീക്ഷ വന്നാലല്ലേ പേടിയാവത്തുള്ളൂ. പ്രതീക്ഷിക്കാതെ വന്നിട്ട് ഞങ്ങക്ക് പേടിയായിപ്പോയി അത്രയും പിള്ളേരെ കണ്ടപ്പോ. എന്തായിരുന്നടാ പറഞ്ഞേ? ബാക്കി ഓരോരുത്തരെ ഇങ്ങനെ കേറ്റി ലാസ്റ്റ് അടുത്ത ഞങ്ങളെ വിളിച്ച്. എന്താ അതില് പെർഫോം ചെയ്ത ഫസ്റ്റ്? എന്തായിരുന്നു അവര് ടാസ്ക് ആയിട്ടൊന്നും അല്ല, അവര് പിള്ളേരെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി, അതായത് അവര് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ, ഒരു ആക്റ്റീവ് ആണോ നോക്കിയാ. നിങ്ങൾ അവിടെ ചെന്നപ്പോ നല്ല ആക്റ്റീവ് ആയല്ലേ? ആക്റ്റീവ് ആയില്ല, അതൊരു സെലക്ഷൻ കിട്ടി. അതായത് ഒരു ടോപ്പിക്ക് വന്നിട്ട് അഭിനയിച്ച് കാണിക്കുക അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ ആദ്യമേ കണ്ടവനെ ഞങ്ങൾ ഒട്ടിയായിരുന്നു. എനിക്ക് റൂമിൽ കയറ്റി അത് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, പേരൻസ് ആരും ഇല്ല. എനിക്ക് ഇവനും ഞാനും മാത്രമേ ഉള്ളൂ. ഒട്ടി അങ്ങ് നിന്ന് നിങ്ങൾ അടി കൂടുമെന്ന് ചോദിച്ചു. ഞങ്ങളെ കണ്ടവനെ അതാ ചോദിച്ചാ. ബാക്കി പിള്ളേരെല്ലാം ഒറ്റയ്ക്കല്ലേ ഞങ്ങൾ പറഞ്ഞേ ഒരുമിച്ച് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഉമ്മ വെക്കാൻ പറഞ്ഞു. കേട്ടത് ഞങ്ങൾ പേടിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ഉമ്മ വെച്ച് ചുണ്ടിലായി.
ലിപ് ലോക്ക് ആയി പോയി, അറിയാതായി പോയി, അറിയാണ്ടായി പോയി. അപ്പൊ അവര് പറഞ്ഞു അമ്മമാര് കൊള്ളാലോ എന്ന് പറഞ്ഞു. അത് കണ്ട് കൊള്ളാലോ എന്ന് പറഞ്ഞു. അതങ്ങ് പേടിച്ചങ്ങ് ചെയ്ത്. അതിനുശേഷം നിങ്ങൾ പരസ്പരം എപ്പോഴാ ഉമ്മ വെച്ചിരിക്കുന്നത്? ഇല്ല അങ്ങനെയൊന്നുമില്ല. അതല്ല, സ്നേഹത്തോടൊക്കെ അങ്ങനെ ഉമ്മ വെക്കാറില്ല. അമ്മ വെക്കാറില്ല. സ്നേഹമൊക്കെ തോന്നിയോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ സ്നേഹപ്രകടനം എങ്ങനെയാണ്? ഞങ്ങൾ അങ്ങനെ സ്നേഹപ്രകടനം ഒന്നുമില്ല, വഴക്ക് മാത്രമേ ഉള്ളൂ. വഴക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ സംസാരിക്കുക അത്ര ഉള്ളൂ. സ്നേഹപ്രകടനം എന്നൊക്കെ പറയുമ്പോ ഇവനെ എനിക്ക് എന്തോ പോലെ കേൾക്കുന്നു. അല്ല അങ്ങനല്ലേ, എനിക്ക് ഇവനെ എന്ത് അല്ല സ്നേഹിക്കാനുള്ള സാധനം അല്ലല്ലോ ഇത്. അല്ല എനിക്ക് അതുപോലെ ഇവനും അങ്ങനെ തന്നെ. ആണോ? നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക അങ്ങനെ ഇല്ല. ഈ സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോ, സങ്കടമൊക്കെ വരുമ്പോ എങ്ങനെയാ പ്രസന്റ് ചെയ്യണേ നിങ്ങൾ രണ്ടുപേരും? അതോ ചേച്ചിമാരോടാണോ പപ്പയുടെ മമ്മിയുടെ? നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ അങ്ങനെ പ്രസന്റ്? സങ്കടം അങ്ങനെ ഒരുമിച്ച് വരാറില്ല, കരയാറുമില്ല. ഇവന്റെ ഫ്രണ്ട് ഞാൻ കരങ്ങി ഇവൻ എന്നെ കളിയാക്കും, ഞാൻ കരയാറില്ല. സഹോദരന്മാരെ പോലെയല്ല, കൂട്ടുകാരന്മാരെ പോലെ അത്ര. അതെ. എന്നാലും ഒരു ഉള്ളിന്റെ ഉള്ളില് ഒന്ന് കണ്ണീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടമൊക്കെ വരും അല്ലേ? കണ്ണീര് വന്നിട്ടുണ്ട് വഴക്കൊക്കെ പറയുമ്പോ. ഇവനപ്പൊ കളിയാക്കും എന്നെ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അങ്ങനെ ഒരുമിച്ച് ഞങ്ങള് കരങ്ങിട്ടില്ല. എടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങനെ കരങ്ങിട്ടൊന്നും. ഓക്കെ. അണ്ണനും തമ്പിയൊക്കെ പോലെ തന്നെ ആ സിനിമയിലത്തെ അവരുടെ ഒരു നേരെ നോക്കിയ അടിയായിരിക്കും. അങ്ങനെയാണോ നിങ്ങളും? അങ്ങനെ അടിയുമല്ല, പക്ഷെ പെട്ടെന്ന് അടിയാവും. ഒരു ദിവസം അടി കൂടാത്തൊരു ദിവസം ഇല്ല. ഇന്ന് കൂടിയോ? പിന്നെ ഇത് കാരണമൊന്നുമില്ല, ചുമ്മാ എന്താണ്ടൊക്കെ. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൂടാ. കാരണം അങ്ങനെ ഒന്നും